ഓടിച്ചോക്കെ എന്താ അവസ്ഥ എന്നല്ല, പുതിയ കസ്റ്റമൈസേഷൻ നടത്തിയിട്ട് പണ്ടെല്ലാം ഇങ്ങനെ കയറി ഇങ്ങനെ കൈവെക്കല്ലേ, ഇപ്പം അങ്ങനെ കൈവെക്കാൻ പറ്റില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇറാനിലാണ്. ഇറാനിലെ എഷ്ഫഹാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. സമയം വൈകുന്നേരം 5:30 മണിയായി. ഞാനിപ്പോൾ ഇതിവിടെ 2ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പിസോഡിൽ നമ്മൾ എഷ്ഫഹാനിലെ കാഴ്ചകളാണ് കണ്ടത്. അപ്പം നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് ടെഹ്റാനിലേക്ക് പോവാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടെഹ്റാൻ, അവിടുന്ന് അസർബൈജാൻ, അർമേനിയൊക്കെ പോകേണ്ടത്, ജോർജിയൊക്കെ. ഇവിടങ്ങളിലൊക്കെ നല്ല തണുപ്പാട്ടോ. അപ്പം എനിക്കെന്തായാലും തണുപ്പ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടാലൊക്കെ നമുക്കൊരിതുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ദിവസം അടുപ്പിച്ചുകൊള്ളും പ്രശ്നമില്ല. അങ്ങനെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു സാധനം നമ്മൾ ആമിനയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോകുന്നത്. എൻ്റെ മുമ്പിലത്തെ ബൈക്ക് കണ്ടോ, ഇവൻ ഇവിടുത്തെ ഒരു മെക്കാനിക്കാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ചങ്കില്ലേ, അവൻ്റെ ഫ്രണ്ടാണ്, അവൻ ഏർപ്പാടാക്കി തന്നെയാണ്. അപ്പം കുറച്ച് മോഡിഫിക്കേഷൻസ് വണ്ടിയിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഒരു 2 മാസം വരെ തണുപ്പിൽ ഞാൻ ഓടണം. നമുക്ക് ഏതായാലും പോയിട്ട് ഇവൻ്റെ മെക്കാനിക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വർക്ക് ചെയ്യാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ട്രാവൽ വീഡിയോ അല്ല, ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ. ട്രാവൽ വീഡിയോ പ്രതീക്ഷിച്ചവർക്ക് സ്കിപ്പ് ചെയ്യാം, എല്ലാ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം, കസ്റ്റമൈസേഷൻ വീഡിയോ കാണേണ്ടവർക്ക് ഇരുന്ന് കാണാം. പോവാം. ഇസ്ഫഹാൻ എന്നുള്ളത് കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. മറ്റ് ഞാൻ ഇപ്പോൾ വന്ന സിറ്റികളെ അപേക്ഷിച്ച് നല്ല ഡെവലപ്മെൻറ്റുള്ള സിറ്റിയാണ്. ഇവിടെ മെട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അണ്ടർഗ്രൗണ്ട് ബ്രിഡ്ജുകളുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല കെട്ടിടങ്ങളുണ്ട്. നല്ല നല്ല വണ്ടികളുണ്ട് ഇവിടെ. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ അപ്പാച്ചെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് TVS അപ്പാച്ചെ ഉണ്ട് ഇവിടെ. പിന്നെ ഇന്ത്യൻ ബൈക്സ് വേറെയും ഒരുപാട് ഇന്ത്യൻ ബൈക്സ് ഇവിടെ ഉണ്ട്. സമയം 5:30 മണി ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇവർ ശരിക്കും 1 മണിക്കൂർ അരമണിക്കൂർ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 6 മണിയുടെ പ്രതീതിയാണ്. നല്ല തണുപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ഷോപ്പിൽ നിന്ന് ഞാനൊരു കറുത്ത ഒരു ജാക്കറ്റ് വാങ്ങിയിട്ടില്ലായിരുന്നു. നമ്മുടെ ആ ഒരു പള്ളിയുടെ എപ്പിസോഡ് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. ആ ജാക്കറ്റാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റൊന്നും അങ്ങനെ അടിക്കുന്നില്ല. നല്ല നല്ല അടിപൊളി സാധനം കേട്ടോ. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സാധനമാണ്. ഇവിടെ കണ്ടു ഇപ്പോൾ റെഡ് ലൈറ്റാണ്. റെഡ് ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ബൈക്കിനൊക്കെ പാസ് ചെയ്യാം. ഈ സാധനമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവൻ്റെ വിൻഡോ ഇല്ല, ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സെറ്റ് ആവുമോ എന്നറിയില്ല, വേറെ വഴിയില്ല. തണുപ്പടിച്ചിട്ട് ആവുന്നതിന് നല്ലത് ഇത് വെച്ച് ഫിറ്റ് ചെയ്യുന്നില്ല. ഭയങ്കര ബ്ലോക്കാണല്ലോ, വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, നല്ല ബ്ലോക്കാണ്. ഇവിടെ എന്താ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചങ്ങാതി കുറച്ച് വണ്ടികളായിട്ട് ഇവിടെ നിർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഇതെന്താണെന്നറിയില്ല. ഇത് പോലീസാട്ടോ. പോലീസുകാർ ഓരോ വണ്ടികൾ നിർത്തിയിട്ട് പരിശോധിക്കുന്ന പോലെ കേട്ടോ കാണുമ്പോൾ. ഞാൻ അവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ട്രാഫിക്കിൽ എനിക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല ബ്രോ, അതുകൊണ്ട് സ്ലോ ആക്കണമെന്നില്ലേ. ഒരു പ്രത്യേക സുഖം കേട്ടോ. നല്ല പഴയ ഹിന്ദി സോങ് കേട്ടിട്ട് ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ ഇവിടെ നോണ്ടുകൊണ്ട് പോകാന്ന്. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ്, ബമ്പർ ടു ബമ്പർ ബ്ലോക്കാണ്. ബൈക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡായി. കാറോ മറ്റോ ആയിരുന്ന മിക്കവാറും ഞാൻ തെണ്ടിയാനെ. നമ്മളിവിടെ എത്തി. മൂപ്പര് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബൈക്സിൻ്റെ ആക്സറീസിൻ്റെ ഷോപ്പാണ്. ഇവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ടയേഴ്സ് ഉണ്ട്, പക്ഷേ എൻ്റെ സൈസിലെ ടയർ ഇതില്ല. പിന്നെ ഈ ഗ്രിപ്പില്ലാത്ത ടൈപ്പ് ടയറുണ്ട്, നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല. നട്ട് ബോൾട്ടും ബൾബുകളൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം നമ്മൾ എൻജിൻ ഓയിൽ മാറ്റിയിട്ടില്ല, അത് ഇവർ പറഞ്ഞത് നല്ലതല്ല എന്ന് പറഞ്ഞത്. പകരം ഇവർ കാണിച്ചിരുന്നതാണ്
ഇത് ബെന്നലിൻ്റെ ഒരു എഞ്ചിൻ ഓയിലാണ്, മെയ്ഡ് ഇൻ ഇറ്റലി പറഞ്ഞത്. പിന്നെ ഇത് ഇവിടുത്തെ ലോക്കലാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ അവിടുന്ന് മാറ്റിയ സാധനം നല്ലതല്ല, അത് വണ്ടിക്ക് നല്ലതല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ. മിക്കവാറും ഞാൻ ഈ എഞ്ചിൻ ഓയിൽ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും, കാരണം അല്ലെങ്കിൽ എനിക്ക് എന്തായാലും പണി കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇന്ന് രാത്രി എഞ്ചിൻ ഓയിലും കൂടി മാറ്റിയിട്ട് ഇസ്മായിലേക്ക് പോകാം, അല്ല നമുക്ക് ടെഹ്റാനിലേക്ക് പോകണം, അതാണ് നല്ലത്. അതുപോലെ നമുക്ക് ഇറാനിൽ നമുക്ക് ടി വി എസിൻ്റെ പാർട്സ് കിട്ടും കേട്ടോ. ടി വി എസ് മാത്രമല്ല ബജാജിൻ്റെ പാർട്സ് ഉണ്ട്, ആക്സറീസ് ഒക്കെ ഇവിടെ ലഭിക്കും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ഈ റാക്ക് മൊത്തം ബജാജിൻ്റെ തോന്നുന്നത്. ഈ റാക്ക് മൊത്തം ബജാജിൻ്റെ പാർട്സുകളാണ് തോന്നുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. പാർട്സിൻ്റെ കാര്യത്തിൽ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല, ഹാപ്പി. ഞാൻ ഈ എഞ്ചിൻ ഓയിൽ വാങ്ങിയിട്ടുണ്ട്, ഒപ്പം ഒരു ഫിൽറ്ററും വാങ്ങിയിട്ടുണ്ട്. ഫിൽറ്റർ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, പക്ഷേങ്കിൽ പിന്നെ എന്തായാലും ഒന്ന് വാങ്ങിയൊക്കെ നല്ലത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിലോ. ഓക്കെ ബാലൻസ് രണ്ടും കൂടി ഓയിലും ഫിൽറ്ററും കൂടി 300 സംതിങ് കേട്ടോ. അതായത് ഇവിടുത്തെ 7 ലക്ഷം എന്ന് വെച്ചാൽ 300 സംതിങ് രണ്ടും കൂടി റേറ്റ് ആയത്. നമ്മൾ വാങ്ങിയൊക്കെ നല്ലതല്ലേ, കാരണം എന്തിനാ വെറുതെ പണി മേടിക്കുന്നത് പോകുന്ന വയ്ക്കില്ലല്ലോ. ഓയിൽ ചേഞ്ച് ചെയ്താലും ചെയ്യാം ഇവിടുത്തെ കൈയോടെ, പിന്നത്തേക്ക് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ പാടില്ലല്ലോ. വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ നല്ലവണ്ണം കെയർ ചെയ്യണം കേട്ടോ. നമ്മൾ അൽക്കുലത്ത് കളി ഒരിക്കലും വണ്ടീനോട് കളിക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ വണ്ടി നമ്മളെ കെയർ ചെയ്യൂ. ഓക്കെ ബ്രോ, താങ്ക് യു. അങ്ങനെ ടി വി എസിൻ്റെ പാർട്സ് കിട്ടുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവല്ലോ. ലോകത്തിൽ ഏത് ഗുദാമിൽ പോയാലും ഇതുപോലത്തെ വണ്ടികളുടെ സാധനം കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മളിതാ മെക്കാനിക്കിൻ്റെ അടുത്തെത്തി. മൂപ്പരിത് ഫിക്സ് ചെയ്ത് തരും. ഇതാണ് വർക്ക്ഷോപ്പ്. ഇതാ ഇവിടെ ഒരു കുഞ്ഞി ബൈക്കൊക്കെ ഉണ്ട്. പിന്നെ സർവീസ് സെൻ്ററാണ്. വലിയ വലിയ വണ്ടികളെ മെയിനായിട്ട് ചെയ്യുന്നത് തോന്നുന്നല്ലോ. മെയിനായിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഏതോ ഒരു വണ്ടിയുടെ എഞ്ചിനൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. കണ്ടിട്ട് വലിയ CC എഞ്ചിനാണ് തോന്നുന്നത്. പാർട്സുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അതെ ഈ വണ്ടിയുടെ എഞ്ചിൻ കേട്ടോ. ഈ ഒരു 250cc ഫലത്തിൻ്റെ എഞ്ചിനാണ് അവിടെ അയച്ചിട്ടിരിക്കുന്നത്. നല്ല അടിപൊളി ടയറും അതിന് ബാക്ക് ഡിസ്കൊക്കെ ഉണ്ട് കേട്ടോ. മൂപ്പര് ഓയിൽ ഫിൽറ്റർ കഴിക്കുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓയിലിൻ്റെ ഒരു അവസ്ഥ നോക്കി, എന്ത് വൃത്തികെട്ട ഓയിലാണ് പടച്ചവനെ ഞാൻ ഒഴിച്ചത്. നിങ്ങൾ ഓയിൽ നോക്കി അതിൻ്റെ അവസ്ഥ നോക്കിയാൽ ഭാഗ്യം തന്നെ കേട്ടോ മാറ്റുന്നത്. നല്ല രസമാണ്. ഇവരെന്ന് പറഞ്ഞാൽ അറിയാമോ, ഞാൻ കൊണ്ടുവന്ന ഫിൽറ്റർ തീരെ പോരാ, ലോക്കലാണ്, ഇവിടുന്ന് വാങ്ങിയതാണ് നല്ല സാധനം എന്ന് വെച്ചാൽ ഞാൻ കമ്പനിക്കാർ എനിക്കത് സാധനം പോരാന്ന് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇവരുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കുറച്ച് പഴയ മോഡലായിരിക്കും. പഴയ മോഡൽ ഫിൽറ്റർ ആയിരിക്കും ഇവരുടെ അടുത്തുള്ളത്, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയ ഫിൽറ്റർ. ഇവർ പറഞ്ഞത് ഈ ഫിൽറ്റർ പോരാന്ന്. അപ്പം പുതിയ ഫിൽറ്റർ ഓക്കെയാണ്, പഴയത് പോരാന്ന് പറയുന്നത്. നമ്മൾ ഓയിൽ മാറ്റാൻ പോവാണ്, കാരണം ഇത് 10W40 ആണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 10W60 ഉണ്ട്, 10W50 ഉണ്ട്. അപ്പോൾ തണുത്ത കാലാവസ്ഥയാകുമ്പം 10W50 60 നല്ലതെന്നുണ്ട് ഇവർ പറഞ്ഞത്. ഇപ്പം നമ്മൾ പോകുന്നത് ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ഓയിൽ അവരുടെ അടുത്തില്ല. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഓയിൽ തിരിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങിയില്ല. ഞാൻ പൈസ വാങ്ങുന്നതിന് പകരം എന്താ ഈ ഒരു 3 ഫിൽറ്റർ കൂടി വാങ്ങി. പിന്നെ ഇത് ഓയിൽ ഫിൽറ്റർ, കാരണം എൻ്റെ അടുത്തൊരു ഓയിൽ ഫിൽറ്റർ ഓൾറെഡി സ്റ്റോക്ക് തീർന്നു. അപ്പോൾ ചിലപ്പോൾ അടുത്ത രാജ്യത്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ സാധനങ്ങൾ കിട്ടുന്നിടത്ത് നമ്മൾ വാരിക്കോരി വാങ്ങി എത്ര തന്നെ. ഇത് ശരിക്കും ഒരു ഗുജിനി പോലത്തെ ഏരിയ ആണ്. ഇവിടെ എല്ലാവിധ അക്സറീസും കിട്ടും, എല്ലാ ബൈക്സിൻ്റെ അക്സറീസ് ഇടുന്ന ഏരിയ ഇത്. അക്സറീസ് മാത്രമല്ല, വണ്ടി വിൽക്കാൻ വെച്ചൊരു കോലം നോക്കിയാൽ TVS അപ്പാച്ചെ പുതിയത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി കുത്തനെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. പുതിയൊരു ടൈപ്പാണല്ലോ ഇത്, അടിപൊളി. അപ്പാച്ചെ ഷോറൂമിൽ കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പാച്ചെ ഇവിടെ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഐ ഹാവ് ദിസ് ബൈക്ക്. എന്തെന്ന് ആരോട് പറയാൻ, എന്ത് പറയാൻ. ചങ്ങാതി നടന്നങ്ങ് എത്തിയല്ലോ. അപ്പാച്ചെ TVS അപ്പാച്ചെ ഇറാനിൽ എല്ലാ സ്ഥലത്തും കഴിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇവിടെ സർവീസ് ഉണ്ടാവും എന്നുള്ളത്. എനിക്കും വളരെ സംശയമായിരുന്നു പാർട്സ് കിട്ടുമെന്നൊക്കെ കാര്യത്തിൽ. പക്ഷേങ്കിലേ ഏത് രാജ്യത്തും കുറച്ച് ബൈക്ക് ഭ്രാന്തന്മാർ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ബൈക്ക് ഭ്രാന്തന്മാരുടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഹൊയോസിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ ഉണ്ട്, KTM ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓയിലിന് 1 ലിറ്റർ ഓയിലിന് 900 രൂപ കേട്ടോ. ഞാൻ 3 ലിറ്റർ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 ലിറ്റർ ഓയിൽ വാങ്ങിയാൽ 1.5 ഒഴിക്കും. 1.5 ഒഴിച്ച് അര വേസ്റ്റ് ആയി പോലെ. നമ്മൾ പൈസ അല്ലത്, അപ്പോൾ അത് വേസ്റ്റ് ആകാൻ പാടില്ല. അപ്പം അതേ ബ്രാൻഡിൽ 1 ലിറ്ററും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 1/2 ലിറ്ററും ഈ പുതിയ ഒന്നും കൂടി വയ്ക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ 2700 രൂപ ഞാനിപ്പോൾ ഈ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ വഴിയില്ല, നമുക്ക് നമ്മുടെ പരിപാടികൾ നടക്കണ്ടേ. അപ്പം ഇന്നിപ്പം 3000 രൂപേൻ്റെ ഇപ്പോൾ ചിലവാണ് മൊത്തത്തിൽ. അവിടെ എയർ ഫിൽറ്റർ വാങ്ങിയത്, എയർ ഫിൽറ്റർ കയ്യിലുണ്ട്. മോഡിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടി മോഡിഫിക്കേഷൻ ഇല്ലാണ്ട് ഓർഡർ കേട്ടോ, കാരണം എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല.
അപ്പം നമ്മൾ തിരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. സംഭവം ഇവിടെ ബാക്കി എല്ലാത്തിനും വില കുറവാണ്, പക്ഷേ പാർട്സിനൊക്കെ മുടിഞ്ഞ വില കേട്ടോ, മുടിഞ്ഞ വില പാർട്സിന്. എയർ ഫിൽറ്ററിന് തന്നെ ഏകദേശം ഒരു 100 രൂപയുടെ അടുത്ത് എയർ ഫിൽറ്റർ ഒരെണ്ണത്തിനുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നില്ല, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നാട്ടിൽ കിടന്ന സാധനം ഇവിടെ റേറ്റ് കുറച്ച് വരുന്നത്. ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ ക്യാമറ കൊണ്ടാണ് ബ്ലോഗ് ചെയ്യുന്നത്, ഹീറോ 7 കൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ക്വാളിറ്റി എല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ നല്ല തണുപ്പത്ത് ഓർമ്മ കാരണം നമ്മുടെ ചങ്ക് പ്രോ അങ്ങ് മുമ്പിലെത്തി. ഓ എന്താ രസമല്ലേ വേൾഡ് റൈഡ് പോകുന്ന മല്ലു ട്രാവലർ. ഇരുന്ന് കണ്ടാൽ മതിയല്ലോ. കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ശരിക്കും ഞാനിതൊരു വ്ളോഗ് ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ തോന്നി ശരി ആക്കിയേക്കാം. കാരണം നല്ല മൊമെൻറ്റ്സ് അല്ലേ ഇതൊക്കെ, ഈ ബൈക്ക് ഭ്രാന്തന്മാർക്കെല്ലാം പറ്റിയ മൊമെൻറ്റ്സാണ്. ഓക്കെ എല്ലാം ഇവിടെ എത്തി. ഇത്രയും ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന മെക്കാനിക്ക് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? കിടന്നിട്ടൊക്കെ എടുക്കുന്നത്, അതും സിഗരറ്റിൽ വലിച്ചിട്ടോ. സിഗരറ്റിൽ വലിച്ചിട്ട് സാധാരണ നാട്ടിൽ പെട്രോൾ ഇടാകുമ്പോൾ കത്തുന്ന സമയത്ത് സിഗരറ്റ് ഒന്നും വലിക്കാൻ നിൽക്കില്ല. ഇത് വലിച്ച് നല്ല മലന്ന് കിടന്നിട്ടൊക്കെയാണ് പണിയെടുക്കുന്നത്. ഇതേ ഒരു അപ്പാച്ചിൻ്റെ ടാങ്ക് ഇവിടെ കിടക്കുന്നത്, ഏതോ ഒരു അപ്പാച്ചിയുണ്ട് ഇവിടെ പണിയെടുക്കുന്നത് കേട്ടോ. ഓക്കെ ഏതൊക്കെയോ വണ്ടികളാണ്. നിക്രോ നിൽക്കൂല, ഓക്കെ നിക്രോ നിൽക്കൂല. റേസിങ് ടയേഴ്സ് ഉണ്ട് കേട്ടോ മുകളിൽ. മൂപ്പര് വലിയ വണ്ടിനൊക്കെ പണിയെടുക്കുന്നു തോന്നുന്നു. ഒഴിക്കുന്നുണ്ട്. ഈ ഒഴിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ ഇത് കേട്ടോ. മൂപ്പര് CBR എടുത്ത് ഫ്രണ്ടൊക്കെ പൊക്കി പോകുന്നത്. പണ്ടപ്പോ കുതിരയായിരുന്നു, പടക്കുതിര. 1W50 ആണ് ഒഴിക്കുന്നത്. തണുപ്പിന് നല്ലതാണെന്ന് ഇവിടെ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ റൈസർ ഇവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, ഇപ്പോൾ 1/2 ലിറ്റർ ഒഴിച്ചത് 1/2 ലിറ്റർ ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യും എൻ്റെ വണ്ടിയിൽ സേവ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം എനിക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പം ഈ സാധനം തന്നെ എടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. മൈ ഫ്രണ്ട് ബൈക്കർ ബ്രദർ ഇറാൻ. ഇദ്ദേഹം എന്നെ പറ്റി കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാ നമ്മളിവിടുത്തെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ഇനി മുതൽ എനിക്ക് തണുപ്പിൽ എനിക്ക് പേടിക്കണ്ട, വേടിച്ച് കേട്ടി മുറുക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇത് ഒരുപാട് സമയം എടുത്തിട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. തണുപ്പടിക്കും പ്രശ്നമില്ല, നല്ല കാറ്റടിക്കും ഇതല്ലോ. ഓക്കെ അങ്ങനെ അപ്പുറം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലൗസ് ഒക്കെ ഇടുമ്പോൾ ആ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യണേ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്ത് മൂപ്പരുടെ സ്റ്റെൻഡിങ് ഫോട്ടോസ് കാണിക്കുന്നത്. ഓക്കെ ഇത് CBR ആണ്. ഇതൊക്കെ മൂപ്പരുടെ സ്റ്റെൻഡിങ് ഫോട്ടോസ് കേട്ടോ. ഇത് ഏതൊരു വണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകുന്നത്, പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇറാനിൽ എല്ലാവരുടെയും വിചാരം ലോക്കൽ ബൈക്സ് മാത്രമേ ഉള്ളതാണ്, പക്ഷെ അല്ല. ഇറാനിൽ സൂപ്പർ ബൈക്സ് ഉണ്ട്, ഒരുപാട് സൂപ്പർ ബൈക്സ് ഇറാനിൽ അവൈലബിൾ ആണ്. പിന്നെ മൂപ്പരുടെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഒരാളെ പുറകിൽ ഇരുത്തിയിട്ട് നിന്നിട്ടൊക്കെയാണ് അടിക്കുന്നത്, നല്ല വീലി അടിക്കുന്നുണ്ട്. ഹോണ്ടൻ്റെ സൂപ്പർ ബൈക്സ് കേട്ടോ അത്. ഗുഡ് ബട്ട് ഹെൽമെറ്റ് ഓക്കെ. കാരണം ഇവർ ഹെൽമെറ്റ് ഇടുന്നില്ല, ഞാൻ ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞത് കേട്ടോ. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. എഞ്ചിൻ ഓയിൽ മാറ്റി, 10W60 കയറ്റി, കവർ കയറ്റി, എല്ലാം കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോകാം. അതാണ് എൻ്റെ പ്ലാന്. പിന്നെ അതുപോലെ ഷീൽഡ് ഒഴിവാക്കി കേട്ടോ. കാരണം നമ്മുടെ എക്സ്പേർട്ട് പറഞ്ഞു ഷീൽഡ് വെക്കണ്ട. ഞാൻ ഇതെടുത്ത് ഓവർ സ്പീഡിൽ പോകുമ്പം കാറ്റടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പോൾ പിന്നെ ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഓടിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്നോട് കൈക്ക് കാറ്റടിക്കാതിരിക്കുക, ഇത് മതി, ഇത് ഉപയോഗിച്ചാൽ മതി, ഷീൽഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഷീൽഡിൻ്റെ പ്ലാൻ ഒഴിവാക്കി. അല്ലെങ്കിൽ ശരിയാണ്, കാരണം ഈ ഷീൽഡ് ഇങ്ങനെ വരുന്നല്ലേ, അപ്പം എയർ പാസേജ് ഒക്കെ പ്രശ്നം വരും. ഞാൻ സുഹൈബിനോടൊക്കെ ചോദിച്ചു, സുഹൈബ് പറഞ്ഞത് വേണ്ട ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേതിൽ ഒഴിവായി കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. ഇവർ 1 ലക്ഷമാണ് ഇതിൻ്റെ ചാർജ് വാങ്ങിയത്, എഞ്ചിൻ ഓയിൽ മാറ്റാനും അതുപോലെ ഇതൊക്കെ ആയിട്ട്. 1 ലക്ഷം പറയുമ്പം 600 റുപ്യ കേട്ടോ. 600 റുപ്യാണ് മൊത്തത്തിൽ കൂലി വാങ്ങിയത്. അപ്പോൾ എനിക്കിന്ന് മൊത്തം 3.5-4.5 2700 600 എന്ന് പറയുമ്പോൾ 600 2400 ഒരു 3000 രൂപ ചിലവാണ് ഇന്ന് ഈ ഒരു
മാറ്റാൻ വേണ്ടി മാത്രം. പിന്നെ എക്സ്ട്രാ 3 ഓയിൽ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്, എക്സ്ട്രാ 1 ലിറ്റർ ഓയിൽ വാങ്ങി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതിലങ്ങ് തീർത്താൽ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് റൂമിലേക്ക് വിടാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓടിച്ചോക്കെ അവസ്ഥ നല്ല പുതിയ കസ്റ്റമൈസേഷൻ നടത്തിയിട്ട് പണ്ടെല്ലാം ഇങ്ങനെ കയറി ഇങ്ങനെ കൈവെക്കല്ലേ, ഇപ്പം അങ്ങനെ കൈവെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കൈ കയറണം, കൈ ലോക്കാണ്ട് നോക്കണം, രണ്ടിൻ്റെ ഉള്ളിലായിട്ട്. ഇപ്പോൾ റൈഡിൻ്റെ ഉള്ളിൽ നമുക്ക് കൈ വിട്ടിട്ടുള്ള പരിപാടി നടത്തോ. പിന്നെ ഇവിടെ ഓക്കെ കുഴപ്പമില്ല, സെറ്റാവും. കുറച്ച് കഴിഞ്ഞ ലെവലിലേക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് പ്രശ്നം വരും, കഴിഞ്ഞാൽ പിന്നെ ശരിയായിക്കോളും, കുഴപ്പമില്ല. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ, താങ്ക് യു. Time has been so hard on us, my friend. Sun goes down but we get back again. Trouble is a silly thing, it always ends up breaking, but everything still works out in the end. ഇങ്ങനെ നമ്മൾ ഹോട്ടലെത്തി. പിന്നെ എന്താ പറയുക, ഫുൾ ടയർഡാണ്. 9:45 രാവിലെ 9-10 മണിക്ക് എണീറ്റ് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടതാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ കസ്റ്റമൈസേഷനാണ് പോകുന്നത്. ഫ്രണ്ട് ഫ്രെയിം ഇടാനായിരുന്നു പ്ലാന്, പക്ഷേ അത് പിന്നീട് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഓക്കെയാണ്, ഇനി കുഴപ്പമില്ല. തണുപ്പിലൊക്കെ നമുക്ക് പച്ച പിടിച്ച് പോകാം. തണുപ്പൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ ഇവിടെ കണ്ടോ മുറിഞ്ഞിട്ട്. ഞാനെന്തുകൊണ്ടോ പറയാം ഷേവ് ചെയ്യാത്തത്, തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. കുറച്ച് താടി ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ട് വെച്ചിട്ട്. പിന്നെ ഇതൊക്കെയാണ് ലഗേജ് ഉണ്ട് ഇവിടെ കിടക്കുന്നത്. വണ്ടിയുടെ പാർട്സ് കൂടി ഉണ്ട്, ലഗേജുകളാണ്. അപ്പം വേറൊന്നും പറയാനുള്ള വീഡിയോ. ബൈക്ക് പ്രാന്തന്മാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയാം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ടെഹ്റാനിലേക്കാണ്. ടെഹ്റാൻ അതൊരു വലിയൊരു പട്ടണം കേട്ടോ. ഞാനും നമ്മുടെ അലക്സച്ചാനും. ഓക്കെ, നാളത്തെ എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.